ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ മലേഷ്യൻ സീരീസിലെ 6ാമത്തെ എപ്പിസോഡാണിത്. പടച്ചോനെ, ഇവനൊന്ന് മലേഷ്യ പോയത് കുടുങ്ങിയല്ലോ, ഇത് തീരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നരുത്. ഇനി 2 എപ്പിസോഡും കൂടെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓരോ ദിവസം ഞാൻ ഓരോ എപ്പിസോഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്തായാലും വീഡിയോസ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ബാക്കിയെല്ലാം കൂടെ ചെയ്യുന്നത്. എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. കാരണം ഇന്ന് നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലനലോർ എന്ന് പറഞ്ഞുള്ള ഫുഡ് സ്ട്രീറ്റ് അത് എക്സ്പ്ലോർ ചെയ്യാനാണ് പോണത്. ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ ജലനലോർ ഫുഡ് സ്ട്രീറ്റ്. അതെന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ സംഗതികളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്ന് ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. പക്ഷേ നമ്മൾ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഇതൊക്കെ കഴിക്കോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരുപാട് സംഗതികൾ പല ആളുകളും ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് നമുക്ക് കാണാം. പണ്ട് ഉസ്താദ് ഹോട്ടൽ മൂവി ഇറങ്ങിയ സമയത്ത് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ പച്ച ഓയിസ്റ്റർ കഴിക്കണം എന്നുള്ളത്. അതെന്തായാലും ഇവിടെ വന്നപ്പോൾ സാധിച്ചു. അത് കഴിക്കുന്ന സമയത്തുള്ള എക്സ്പ്രഷൻ അതാണ് പ്രധാന ഹൈലൈറ്റ്. ഇപ്പം ഏകദേശം സമയം ഒരു 4 മണിയാണ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ ഹോട്ടലിൽ വന്നിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ നാസിലമ്മക്കാണ് കഴിച്ചത്. അത് കാരണം തന്നെ വല്ലാതെ അങ്ങോട്ട് വിശപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തോന്നി എന്തായാലും ഒരു ചായ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്നുള്ളത്. ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു നടന്നിട്ട് അവസാനം ഒരു ചായക്കട കിട്ടി. അവിടെ കയറി ഒരു ചെമ്പ് ചായയും 2 പേർക്കും ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ചെറിയൊരു കുട്ടിയായിട്ട് അവൻ്റെ ഉപ്പ വന്നിട്ട് അവനെ ഫീഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ വീട്ടിൽ പോകും. എനിക്ക് സ്കൂളുകൾ കാരണം ഉമ്മാടെ കൂടെ പോകാനും പറ്റില്ല. അപ്പൊ ഉപ്പ എന്ത് ചെയ്യും, എന്നെ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഫുഡ് വാങ്ങിത്തരും. സംഭവം ഫുഡ് വാങ്ങി തന്നെ എന്നെ പറ്റിക്കാൻ വളരെ സുഖമാണല്ലോ. ഈ പട്ടിയുടെ മര്യാദ പല സമയത്തും നമുക്കാർക്കും ഉണ്ടാവാറില്ല. എന്ത് വൃത്തിയായിട്ടാണ് ആൾ സീബ്ര ക്രോസ് വഴി റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടോ. എന്തായാലും ഇവിടുത്തെ പട്ടികൾക്ക് പോലും ഭയങ്കര അതവ് വെച്ചടക്കമാണ്. അത് ഞാൻ മനസ്സിലാക്കി. അല്ല, നമ്മുടെ നാട്ടിലത്തെ പട്ടികളെ പോലെ ഇടക്കിടക്ക് പേളകലും കടിക്കലും ആ പരിപാടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞാൽ, നേരെ റൂഫ് ടോപ്പിൽ വന്ന് പൂളിൽ ഇറങ്ങുക. ബാക്കിൽ നമ്മൾ കോലാലംപൂർ സിറ്റിയുടെ വ്യൂവും അതുപോലെ ട്വിൻ ടവറിന്റെ വ്യൂ ഒക്കെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് നീന്തി കുളിക്കുക. ഇപ്പൊ സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു 1 അവർ സ്പെൻഡ് ചെയ്തതിനു ശേഷം നേരെ ഇറങ്ങിയിട്ട് ജലനലോർ പോവാം. ഇത് ഞാൻ എൻ്റെ ഉപ്പാക്കും അതുപോലെ മരിച്ചുപോയ വെല്ലുപ്പാക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എവിടെ വെള്ളത്തിൽ കളിക്കാൻ പോയാലും വരും പടിയായി. അന്നൊക്കെ നീന്തൽ പഠിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ എന്തായാലും അത് മാറിക്കിട്ടി. എന്നാ ചേട്ടനും ചാട് ചാട്. Tell me your name. Your name? Okasha. Your name? Mokdi. Yours? Natasha. Okay. Bye-bye. Assalamu alaikum. റെഡിയായി ജലനലോർ സ്ട്രീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് താഴെ ലോബിയിൽ നിന്ന് ഇവരെ കണ്ടതും പരിചയപ്പെട്ടതും. സംഗതി അവരും മലേഷ്യക്കാരൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ പോലെ ട്രിപ്പ് വന്നതാണ്. അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരും മറ്റൊക്കെ വെക്കേഷനും മറ്റും ട്രിപ്പ് പോകുന്ന പോലെ മലേഷ്യയിൽ വേറെ ഏതോ ഒരു പ്രൊവിൻസിലാണ് അവർ താമസം. കോലംപൂർ കാണാൻ വേണ്ടിയിട്ട് അവർ ഫാമിലി ആയിട്ട് വന്നതാണ് പോലും. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് ഗ്രാബ് ആപ്ലിക്കേഷനിൽ ഒരു ക്യാബും ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ജലനലോർ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ജലനലോർ പോകാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബ് എടുക്കാം. അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മെട്രോ സ്റ്റേഷൻ ഉള്ളത്. മെട്രോയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാം. ഇനി അതല്ല ക്യാബിൽ പോകണമെങ്കിൽ ക്യാബിൽ പോകാം. ഇതിന് നമുക്ക് ലാഭം ഏതാണെന്ന് ചോദിച്ചാൽ മെട്രോ പോകുന്ന തന്നെയാവും. 2 കാര്യത്തിൽ, ഒന്ന് സമയം പെട്ടെന്ന് എത്തും, ഒന്ന് കാശും ലാഭം. അതേ സ്ഥാനത്ത് നമ്മൾ ക്യാബ് എടുത്ത് പോവുകയാണെങ്കിൽ ഉപകാരം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാം. രണ്ടാമത്തെ കാര്യം, മെട്രോ സ്റ്റേഷൻ വരെ നടക്കണ്ട. അതുപോലെ അവിടെ എത്തിയാലും മിക്കവാറും നിങ്ങൾ ബുക്കിറ്റ് ബിങ്താങ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ജലനലോർ വരെ നടക്കേണ്ടി വരും. ആ 2 നടത്തവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ എത്ര ഒഴിവാക്കാൻ നോക്കിയാലും നമ്മളെ തേടി വരുന്ന പറഞ്ഞ പോലെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്. ജലനലോർ പോകുന്ന സമയത്ത് ചങ്കറ്റ് ബുക്കിറ്റ് ബിങ്താങ് അവിടെ തുടങ്ങി ജലനലോറിലെ ഫുഡ് സ്ട്രീറ്റ് വരെ ഒടുക്കത്തെ ബ്ലോക്ക്. കാറിൽ തന്നെ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് നോക്കിയപ്പോഴും വണ്ടി തുഴഞ്ഞ് മെല്ലെ പോവാണ്. അപ്പോൾ ഞാൻ ഡ്രൈവറെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങോട്ട് നടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി. ഏകദേശം 1 കിലോമീറ്ററിന്റെ മേലെ 2 സൈഡിലും ബാറും പബ്ബും റെസ്റ്റോറൻറ്റും ഇങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണിത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ ഏരിയയിൽ ഭയങ്കര ക്രൗഡാണ്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി എന്നുള്ളത് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും ഇത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് കാഴ്ചകൾ മാത്രം കണ്ട് നേരെ വെച്ച് പിടിക്കാം. നമ്മുടെ ലക്ഷ്യം ഫുഡ് സ്ട്രീറ്റ് ആണ്. ഓരോ 2 സെക്കൻഡിലും മാപ്പ് നോക്കി പടച്ചവനെ ഇത് എത്ര നടന്നിട്ടും എത്തുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ കഷ്ടപ്പെട്ട് മാപ്പ് നോക്കി നടക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന ആളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ച വീഡിയോസ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീലും മറ്റും ഈ ഫുഡ് സ്ട്രീറ്റ് കണ്ടത് എല്ലാം സേവ് ചെയ്ത് വെച്ചത് ഇരുന്നിട്ട് ഒന്നും കൂടെ കാണുകയാണ്. ഇതെവിടുന്ന് കഴിക്കണം, അതെവിടുന്ന് കഴിക്കണം.
എന്താല്ലേ ഈ പ്രയോറിറ്റി മാറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഫുഡിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ അതിലൊട്ടും മോശമില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പോയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഞാൻ വേറൊരു സത്യം മനസ്സിലാക്കിയത്. എൻ്റെ വൈഫിന്റെ ഫാമിലി ഇത്ര റിച്ച് ആണെന്നുള്ള കാര്യം. കണ്ടില്ലേ, മലേഷ്യയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയോ KK സൂപ്പർ മാർക്കറ്റ്. സജില KK എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഇവളൊന്ന് ബഹുമാനിക്കണം. ഇനി നിങ്ങൾ ആരെങ്കിലും മലേഷ്യയിൽ വരികയാണെങ്കിൽ അവിടെ കയറി സജിലയുടെ പേര് പറഞ്ഞ് പറ്റി പറയേണ്ട, അത് ആരുടെയോ സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വന്നപ്പോൾ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഭയങ്കര ക്രൗഡ്. അതായത് ഞങ്ങൾ നടക്കുന്ന സൈഡിൽ ആൾ കുറവും, അപ്പുറത്തുള്ള സൈഡിൽ ഭയങ്കര ആളും. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കും റോഡ് ക്രോസ് ചെയ്ത് അതുവഴി പോയി നോക്കാന്നുള്ളത്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇവിടെ എത്ര ക്രൗഡ് എന്നുള്ളത്. യൂണിസെക്സ് സ്പാ അതുപോലെ തന്നെ മസാജ് സെന്റേഴ്സ് ആണ് ഈ ഒരു ലൈൻ മുഴുവനായിട്ടും. ഓരോ മസാജ് സെന്ററിലെയും ആളുകൾ അതുവഴി പോകുന്ന ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്പാന്റെ കാറ്റലോഗും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ആളുകൾ അവിടെ വന്ന് അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് അവർക്ക് ഓക്കെ ആവുന്ന സ്പായിൽ അവർ കയറി പോകുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന മലയാളികളോട്, നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ളത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടിട്ട് അതിന്റെ പേരിൽ നിങ്ങളെ കുടുംബം കാലം കലങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം കമ്പനി ഏറ്റെടുക്കുന്നതല്ല. അതുപോലെ ഇവിടെയുള്ള ഒരുവിധം എല്ലാ സ്പായിലും അവർ 45 മിനിറ്റ്സ് ഫുൾ ബോഡി മസാജിന് ചാർജ് ചെയ്യുന്നത് 55 റിംഗറ്റ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1100 റുപ്പീസ്. ചില സ്പായിലൊന്നും ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല. അതേ സ്ഥാനത്ത് തൊട്ടടുത്തുള്ള ചിലതിൽ ഒരൊറ്റ ബെഡ് പോലും വേക്കന്റ് ആയിട്ടുള്ളതില്ല. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നടന്ന എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ ഇത് അവസാനം നമ്മുടെ ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് നടന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യം എന്തായാലും നമ്മളിവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു ആദ്യം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എന്നിട്ട് മൊത്തം ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം എന്തൊക്കെയാണോ കഴിക്കാൻ തോന്നുന്നത് അതൊക്കെ പോയി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ പ്ലാൻ ചെയ്തതൊന്നുമല്ല നടന്നത്. എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടോ. മലേഷ്യയിൽ വന്നാൽ ഇവിടെ വിസിറ്റ് ചെയ്യാതെ ഒരാൾ പോലും തിരിച്ചു പോകില്ല. ടൂറിസ്റ്റുകളുടെ ഇടയിലും അതുപോലെ ലോക്കൽസിന്റെ ഇടയിലും അത്ര പോപ്പുലർ ആണ് ഈ ഒരു സ്ഥലം. ഫുഡുകളുടെ വെറൈറ്റിയും അതുപോലെ ഇവിടുത്തെ ആംബിയൻസും അതാണ് പ്രധാനമായിട്ട് ആളുകൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതി. സംഭവം ഇതിലേക്കുള്ള ഒരു രസം എന്താന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു ഷോപ്പിൽ ഒരു പൊട്ടാറ്റോ ട്വിസ്റ്റർ വന്നു കരുതുക. നമുക്കത് പോയി കഴിക്കാൻ വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് അതേ പൊട്ടാറ്റോ ട്വിസ്റ്റർ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു കാർണിവലോ അല്ലെങ്കിൽ ഒരു എക്സിബിഷനോ വന്നിട്ട് അവിടുന്ന് അത് കാണുമ്പോൾ അത് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രത്യേക ഒരു താല്പര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഷോപ്പ് കണ്ടോ, ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത പല സംഗതികളാണ് അവർ ബ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ തെരണ്ടി, സ്റ്റിംഗ്റേ എന്ന് പറഞ്ഞ മീന്, ചീസ് ബോൾസ്, ഫ്രഞ്ച് ഫ്രൈസ്, അതും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഒരാളുടെ കയ്യിന്റെ നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ നഗറ്റ്സ്, സോസേജ്, ഇങ്ങനെ പല സംഗതികളും. ഇതൊന്നും പോരാതെ ദുരിയൻ ഫ്രൂട്ട് ബ്രോസ്റ്റ് ചെയ്തതും അതുപോലെ ചക്ക ബ്രോസ്റ്റ് ചെയ്തതും. എവിടെയെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സംഗതി? അതുപോലെ കൂന്തൽ ബ്രോസ്റ്റ് ചെയ്തത്, അതും കഷ്ണങ്ങളായിട്ടല്ല, ഒരു ഫുൾ കൂന്തൽ അതേപോലെ എടുത്ത് ബ്രോസ്റ്റ് ചെയ്തത്. അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാളിൽ നമ്മുടെ നീരാളി ഇല്ലേ, ഒക്ടോപ്പസ്, അതിന് ടെന്റക്കിൾസ്, അതായത് അതിന്റെ കൈയും കാലും പോലെയൊക്കെയുള്ള സംഗതി. എന്താ മലയാളത്തിൽ പ്രോപ്പറായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒട്ടിച്ചു പിടിപ്പിക്കുന്ന സാധനം, അതിന്റെ ഓരോന്നും ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂന്തലും. പക്ഷെ ഇവിടെ മറ്റേ സ്ഥലം പോലെ ബ്രോസ്റ്റഡ് അല്ല. ഇവിടെ നമുക്ക് സാധനം കൊടുത്ത് മസാല തേച്ച് അവർ ബാർബിക്യൂ ചെയ്തു തരും. പന്നി, ഇത് പന്നിയാണ്. അതായത് പന്നി അതുപോലുള്ള മീറ്റുകൾ അരച്ചിട്ട് ഉണക്കിയിട്ട് അതൊരു ഷീറ്റ് പോലെ ആക്കിയിട്ട് അതങ്ങനെ സെയിൽ ചെയ്യണതാണ് ഈ സംഭവം. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് ചെറിയ കുട്ടികളെ പൂരപ്പറമ്പ് കൊണ്ടുപോയ പോലെ കുറെ കളറുകളൊക്കെ കണ്ടപ്പോൾ ഒരാൾ പെട്ടെന്ന് അവിടെ പിടിച്ചു നിർത്തിയത്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സംഗതി നമ്മളെല്ലാം നോക്കിയിട്ട് പോവാ, തിരിച്ചു വരുമ്പോൾ വാങ്ങാന്നുള്ളത്. അത് ഞാൻ അവരുടെ അടുത്ത് ഒന്നുകൂടെ പറഞ്ഞു നോക്കി. പറ്റൂല, ഇപ്പം തന്നെ വേണം. ഓക്കെ. ഇവളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, ഇതൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര കലക്കിയ വെള്ളം കണ്ടാലും മതി, അവിടെ നിന്നോളൂ. എന്തായാലും ആശാന്റെ സ്ട്രോബെറി എടുത്തിട്ട് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കാര്യമായിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. ഈവൻ ഇവിടെ അതെല്ലാം കൂടെ കാണിക്കുന്നുണ്ട്. ഒരാളുടെ ക്ഷമ എപ്പോഴേ കെട്ടുകണ്. ഹൈ, അത് കണ്ട് കൈ കിട്ടിയപ്പോൾ മറ്റാളുടെ സന്തോഷം കണ്ട മുഖം കൊണ്ട് കഥകളിയൊക്കെ കളിക്കുന്നുണ്ട്. അതെ, അവിടുന്ന് വേഗം മാറാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പറയുമ്പോൾ അപ്പുറത്തുള്ളതും കൂടെ വേണമെന്നുള്ളത്. എന്തായാലും കുറച്ചും കൂടെ നടന്ന് നോക്കിയിട്ട് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് അവിടുത്തെ വെറൈറ്റികൾ എന്തൊക്കെയാണോ അത് വാങ്ങി കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവിടെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായ കുറച്ച് വെറൈറ്റികളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എന്തായാലും ആ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട, പ്രത്യേകിച്ച് നമ്മൾ ഓയിസ്റ്റർ പച്ച കഴിക്കുന്നതിന്റെ എക്സ്പ്രഷൻ. അപ്പം ഇനി എന്തായാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കുറച്ച് കാഴ്ചകളൊക്കെ നടന്ന് കാണാം. അതുപോലെ എന്നോട് അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഗതി എന്താന്ന് പറഞ്ഞാൽ, സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും എത്ര വൃത്തിയിലാണ് ഇവർ ഓരോ സ്റ്റാളും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ അൺഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഓരോ സ്റ്റാളിലും വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളും അത്ര ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ അത്ര ഭംഗിയിലാണ് അവരത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ വിശ്വസിച്ച് കഴിക്കാനും നമുക്ക് പറ്റും. അങ്ങനെ അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോഴാണ് ഒരു മൊമോസിന്റെ ഷോപ്പ് കണ്ടത്. നമ്മുടെ നാട്ടിൽ നമുക്ക് കൂടുതലും കിട്ടാറുള്ളത് സ്റ്റീംഡ് മൊമോസ്, ഫ്രൈഡ് മൊമോസ്, അതുപോലെ ഷേസ്വാൻ മൊമോസ്, ഇങ്ങനെ കുറച്ച് ഫ്ലേവേഴ്സ് മാത്രമാണ്. പക്ഷേ ഇവിടെ പെയിന്റ് അടിച്ച കോഴിക്കുട്ടികളെ പോലെ 10,000 വെറൈറ്റികളാണ്.
ഞാൻ ആ മ്യൂസിക്കും ആസ്വദിച്ച് കാഴ്ചകളും കണ്ടിങ്ങനെ വരികയായിരുന്നു. സമ്മതിക്കുല പെണ്ണ് എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റിക്കി മാംഗോ റൈസ് ഇന്നലെ തുടങ്ങിയാണ്. വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി സ്വൈര്യം ഉണ്ടാവില്ല രാത്രി. എന്തായാലും ക്യാമറ ഞാൻ അപ്പുറത്തെ കടയിലേക്കൊന്നും തിരിച്ചപ്പോഴേക്കും ആളെന്തായാലും സാധനമൊക്കെ പാക്ക് ചെയ്ത് കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. എന്ത് മാങ്ങയും ചോറാണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ തേങ്ങാച്ചോറിനും ബീഫ് കറിക്കും വരുമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഈ സംഗതി ഇത്ര രസം ഉണ്ടാവും എന്നുള്ളത് ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. Salted baked crab. കഴുത്ത് അതിൻ്റെ എന്തൊക്കെയോ നുടി, അതെന്താ ലെഗ് പീസ് ആവും അല്ലേ? അതിൻ്റെ അല്ലേ ഒരു കല്യാണം കൊണ്ട് പോയ പോലെ. ആ ലെമണും സോസും ഒഴിക്കുക, ഒറ്റ വലി. ബീഫ് ചിക്കൻ ലാം അല്ല ലാസ്റ്റ് കഴിക്കാം. അടുത്ത കഴിച്ചു നോക്കാം. സ്പൈസിയോ? വെറുതെ അല്ലേ ഈ സാധനത്തിന് സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞല്ലേ? മാവ് പോലെ കിട്ടുന്നില്ല. ആ തേങ്ങാപ്പാലാണ് രസം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലും. നമ്മുടെ നാട്ടിലുണ്ടത്. സ്റ്റാർട്ട് ചെയ്താലോ? ഇങ്ങനെ എടുക്കണ റോൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഇത് കഴിക്കേണ്ടത്. എടുത്തിട്ട് അതിലെന്ത് ചെയ്യണം? ഈ ഒഴിക്കൂലേ? ഉറപ്പ അതിൽ കുറച്ച് സ്പൈസി സോസ് ഉണ്ട്, അതിങ്ങനെ ഒഴിക്കാം. ഓക്കെ, കുറച്ച് ലെമൺ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരും. നമുക്കിതാ ചക കാണുമ്പോൾ ഭയങ്കര ജഗജഗയാണ്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ലിപ്പുമ്മ ഉണ്ട്, ലോവർ ലിപ്പുമ്മ പോയി. സോ ടേസ്റ്റി എന്ന് പറ. സ്പൈസി സോസ് ഉള്ള കാരണം അതിൻ്റെ ഇതറിഞ്ഞില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ കഴിച്ച റെസ്റ്റോറൻറ്റിന്റെ പേര് ടൈഗർ എന്നാണ്. ഇനി നിങ്ങൾ മലേഷ്യ വരുന്ന സമയത്ത് ജലനാലോർ ഫുഡ് സ്ട്രീറ്റ് വരികയാണെങ്കിൽ എന്തായാലും ടൈഗർ റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യണ്ട. നല്ല ഫുഡാണ്, പ്രത്യേകിച്ച് റീസണബിൾ പ്രൈസും. ഈ ടൈഗർ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കഴിച്ച സംഗതികൾക്ക് ഞങ്ങൾക്ക് ആകെ ബില്ല് വന്നത് വെറും നാട്ടിലെ 2000 ചേഞ്ച് ആണ്. ആ ടേബിളിലുള്ള സ്റ്റിക്കി മാംഗോ റൈസ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയതല്ല, അത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. മലേഷ്യയിലെ നല്ല ഭംഗിയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണത്. അപ്പോൾ അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു അഗെയിൻ, ടേക്ക് കെയർ, ബൈ.